സമ്പ്രാനോട് ഇരിക്കണ്ട കേട്ടോ. അതെ, നീ ചോദിക്കണ്ട, ഞാൻ ചോദിച്ചോളൂ കേട്ടോ. നീ ചോദിച്ചു ചിലപ്പോ സമ്മതിക്കില്ല, ഞാൻ ഏറ്റു കേട്ടോ. സമ്പ്രാന നമസ്കാരം. എന്താ പോന്നേ? സമ്പ്രാനെ, 2 സെന്റ് സ്ഥലം നിങ്ങളുടെ ആ സ്ഥലത്ത് നിന്ന് തരികയാണെങ്കിൽ വീട്ടിലേക്ക് വണ്ടി പോവാൻ സ്ഥലമില്ല. ഉമ്മാക്ക് സുഖമില്ലാത്ത, എത്ര പൈസ വേണമെങ്കിലും തരാം. 2 സെന്റ് സ്ഥലം തരുവോ? സ്ഥലം ഇപ്പൊ കൊടുക്കണില്ല. അങ്ങനെ പറയല്ലേ തമ്പ്രാനെ. കൊടുക്കണില്ല. എന്താ തമ്പ്രാനെ, പൈസ എത്ര വേണം തരാം? നമ്മൾക്ക് പോവാം. സ്ഥലം ഇപ്പൊ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങളോട് പറഞ്ഞ ഇയാൾ തനി പിസ്കനാന്ന്, ഇയാൾ സമ്മതിക്കില്ല. ഇയാൾക്ക് ഞാൻ പണി കൊടുത്തോണ്ട്. യേശു, ഈ ഷപ്പൻ എവിടെയാണ് അതോ പോയി കിടക്കണ? അടി എവിടെ ഉണ്ട്? തമ്പ്രാനല്ലേ എന്നോട് തെക്കേ മനയിലെ നെല്ലളക്കാൻ പറഞ്ഞേ, അത് അളന്നിട്ട് വരിക. മുറുക്കാൻ ചെല്ലാനം എവിടെയാ? ആ കോളാമ്പി ഇങ്ങ് എടുക്കുക. തമ്പ്രാനല്ലേ പറഞ്ഞേ ക്ലീൻ ആക്കാൻ. അപ്പൊ എല്ലായിടത്തും ഞാൻ ആക്രിക്കാർക്കാണ് കൊടുത്തു. അപ്പൊ ഒക്കെ ക്ലീനായി. ഈ ഷപ്പനെ കൊണ്ട് ആകെ കഷ്ടത്തിലായല്ലോ. അങ്ങോട്ട് മാറി നിൽക്കുക. ഇതും കൂടി അങ്ങോട്ട് എടുക്കുക. അല്ലെങ്കിൽ എങ്ങോട്ട് വരിക? ഇവിടെ വന്നിരിക്കുക. എന്താ തമ്പ്രാ? നാം ഇന്നലെ കൂടെ കണ്ടിരിക്കുന്നു. മച്ചിലേക്കാണ്ട് പോവാൻ കഴിയണില്ല. എന്താ ഇപ്പൊ ഇതിനൊരു പ്രതിവിധി? തമ്പ്രാ, അതിനൊരു പൂജ തന്നെ കഴിക്കേണ്ടി വരും. അതിനിപ്പം ഇഷി ചെലവൊന്നും വരില്ല എന്റെ കേശു. കാശുണ്ട് പറഞ്ഞിട്ട് എന്താ? തമ്പ്രാന് ചെലവാക്കാൻ ഭയങ്കര മടിയാ. അത് തമ്പ്രാന് ചിലപ്പോ തോന്നുന്നതാവും. ആനിത് കണ്ടോ? കഴുത്തിന് പിടിച്ചതാ. അതേ സൂക്ഷിച്ചോ, തമ്പ്രാൻ പഴയ കളരിയാ. എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ മനസ്സിലായി. കേശു, ഏകദേശം ആളെ എനിക്ക് പിടികിട്ടിരിക്കുന്നു. ഇനി പൈസ ചെലവ് ഇല്ല. അവളുടെ കാര്യം നാം ഏറ്റിരിക്കുന്നു. ഇനി എന്താച്ചാ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം.